യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുക എന്നുള്ളതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഖവ എന്നാണ്. ഖവ എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം കയറുകൾ തമ്മിൽ കൂട്ടിപ്പിരിക്കുന്നത് പോലെ കൂട്ടിപ്പിരിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാത്തിരിക്കുക എന്നത് സമയം നോക്കി ഒരു കസേരയിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം ഒരു കയറ് തമ്മിൽ പിരിക്കുന്നത് പോലെ കയറിടകൾ പിരിഞ്ഞിരിക്കുക, യഹോവയോട് ചേർന്ന് പിരിഞ്ഞിരിക്കുക. അതാണ് വാസ്തവത്തിൽ കാത്തിരിക്കുക എന്ന വാക്കിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ശക്തി, നാം ദൈവമായിട്ട് പിരിഞ്ഞ് ചേർന്നിരിക്കുമ്പോൾ ശക്തി പകരപ്പെടും. അങ്ങനെ ആ ശക്തിയാൽ നമ്മൾ ക്ഷീണിച്ചു പോകാതെ നടക്കും. കഴുകനെക്കുറിച്ചും അതാണ് പറയുന്നത്. കഴുകൻ കാറ്റിന്റെ ശക്തിയാലാണ് മുകളിലേക്ക് ഉയരുന്നത്, അല്ല സ്വന്തം ശക്തിയാലല്ല. കാറ്റടിക്കുമ്പോൾ അതിനനുസരിച്ച് കഴുകൻ ആ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും. അങ്ങനെ ഉയരണമെങ്കിൽ, നിങ്ങൾക്കും ദൈവത്താലുള്ള ഒരു ഉയർച്ച വേണമെങ്കിൽ, നിങ്ങളുടെ യഹോവയാം ദൈവത്തോട് സമയം നോക്കിയിരിക്കുന്നതിനെ അല്ല കാത്തിരിക്കുക എന്ന് പറയുന്നത്, പിന്നെയോ ദൈവത്തോട് ചേർന്ന് കയറിന്റെ ഇഴകൾ പിരിഞ്ഞിരിക്കുന്നത് പോലെ പിരിഞ്ഞ് ചേർന്നിരുന്നാൽ നിങ്ങളും ശക്തിയെ പുതുക്കും.